Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. നാടെങ്ങും വിഷുലഹരിയിൽ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷുവിനെ വരവേൽക്കാൻ നാടൊരുങ്ങി. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമുള്ള വിപണികളിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വഴിയോര കച്ചവടം മുതൽ വലിയ ഷോപ്പിംഗ് മാളുകളിൽ വരെ ആളുകളുടെ നീണ്ട നിരയാണ് കാണപ്പെടുന്നത്. വഴിയോര കച്ചവടം മുതൽ വലിയ ഷോപ്പിംഗ് മാളുകൾ വരെ ആവശ്യക്കാരുടെ നീണ്ട നിരയാണ് കാണപ്പെടുന്നത്. വസ്ത്രവിപണിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. വിഷുക്കോടി വാങ്ങാനായി കുടുംബസമേതമാണ് ആളുകൾ എത്തുന്നത്. പുത്തൻ ട്രെൻഡിലുള്ള വസ്ത്രങ്ങൾക്കൊപ്പം പരമ്പരാഗത കേരള സാരികൾക്കും മുണ്ടുകൾക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. വിഷുക്കണി ഒരുക്കുന്നതിനായുള്ള കണിക്കൊന്നയും കണിവെള്ളരിയും വാങ്ങാൻ വിപണികളിൽ വലിയ തിരക്കാണ്. നാട്ടിൻപുറങ്ങളിൽ കൊന്നപ്പൂക്കൾ സുലഭമാണെങ്കിലും നഗരങ്ങളിൽ കൊന്നപ്പൂവിനും വൻ ഡിമാൻഡാണ്. പച്ചക്കറി വിപണിയിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സദ്യ ഒരുക്കാൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ അതിരാവിലെ മുതൽക്കേ കടകളിൽ ആളുകൾ എത്തിത്തുടങ്ങി. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പടക്ക വിപണിയും സജീവമാണ്. വൈവിധ്യമാർന്ന പടക്കങ്ങളാണ് ഇത്തവണ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള ശബ്ദം കുറഞ്ഞതും വർണ്ണങ്ങൾ വാരിവിതറുന്നതുമായ പടക്കങ്ങൾക്കാണ് പ്രിയം. വിഷു പ്രമാണിച്ച് പലയിടങ്ങളിലും പ്രാദേശിക കലാപരിപാടികളും ആഘോഷങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കണി കണ്ടും കൈനീട്ടം വാങ്ങിയും സദ്യയുണ്ടും വരാനിരിക്കുന്ന ഒരു വർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളി മനസ്സ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭക്തിയുടെയും ഐശ്വര്യത്തിന്റെയും നിറവിൽ പയ്യന്നൂർ പെരുമാൾ സന്നിധി. മേടസംക്രമ പൂജ തൊഴാനും വിഷുവിനെ വരവേൽക്കാനും ആയിരക്കണക്കിന് ഭക്തരാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഇന്ന് മേടസംക്രമം. ഇന്ന് അമ്പലത്തിൽ തൊഴാനും അതുപോലെ കണിയൊരുക്കാനുമായി നിരവധി ഭക്തജനങ്ങളാണ് അമ്പലത്തിൽ എത്തിച്ചേരുന്നത്. വടക്കൻ കേരളത്തിന്റെ പ്രധാന ആരാധന കേന്ദ്രമായ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മേടസംക്രമത്തോടനുബന്ധിച്ച് വൻ ഭക്തജനത്തിരക്ക്. സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സംക്രമ മുഹൂർത്തത്തിൽ പയ്യന്നൂർ പെരുമാളെ ദർശിച്ച് പുണ്യം നേടാൻ പുലർച്ചെ മുതൽക്കേ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. മലയാളിക്ക് വിഷു കേവലം ഒരു ആഘോഷം മാത്രമല്ല, അത് മണ്ണും മനസ്സും ചേർന്ന കാർഷിക സംസ്കാരത്തിന്റെ പുനർജനി കൂടിയാണ്. സംക്രമ ദർശനം എന്നത് വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ ഐശ്വര്യത്തിന്റെയും തുടക്കമായാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകൾ നടക്കുമ്പോൾ പുറത്ത് ഉത്സവ പ്രതീതി ഉണർത്തിക്കൊണ്ട് വിപുലമായ വിഷു വിപണിയും സജീവമാണ്. കണിവെള്ളരി, കൊന്നപ്പൂവ്, വാൽക്കണ്ണാടി, പുതിയ വസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഈ നാടൻ വിപണിയിലുണ്ട്. ഒപ്പം വിഷുക്കണിയൊരുക്കാനായി മൺപാത്രങ്ങളുമുണ്ട്. പുലർച്ചെ വീടുകളിൽ ഒരുക്കുന്ന വിഷുക്കണിയുടെ ഒരുക്കങ്ങൾക്കായി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ വിപണിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയാണ് മടങ്ങുന്നത്. കൊന്നപ്പൂവിന്റെ മഞ്ഞവർണ്ണവും കണിവെള്ളരിയുടെ തിളക്കവും ക്ഷേത്രമുറ്റം ആഘോഷപൂർണ്ണമാക്കി. വിഷു എന്നത് ഒത്തുചേരലിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഉത്സവമാണ്. ഈ ഘട്ടങ്ങളിലാണ് വിദേശത്തുള്ളവർ പോലും ഒത്തുചേരുന്നത്. ഒരു കൂട്ടായ്മയുടെ ഉത്സവം കൂടിയാണ് വിഷു. ക്യാമറമാൻ പവിത്രൻ കുണ്ടോത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ക്വാറിയിലെ ജലാശയത്തിൽ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ പോയ വയോധികൻ കാൽ തെറ്റി വീണു മരിച്ചു. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ വലിയ പൊയിൽ പട്ടോട്ടെ പി ബാലനാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച വൈകുന്നേരം വീടിന് സമീപത്തുള്ള ക്വാറിയിലെ ജലാശയത്തിൽ വളർത്തുന്ന മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ പോയതാണ് ബാലൻ. രാത്രി വൈകിയും കാണാതായപ്പോൾ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ജലാശയത്തിൽ വീണതാണെന്ന് വ്യക്തമായത്.
ചീമേനി, തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്ന് സേനാംഗങ്ങളെത്തി തിരച്ചിൽ നടത്തവേ രാത്രി 11 മണിയോടെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി എരിപുരത്ത് കണ്ടെയ്നർ ലോറി റോഡിൽ കുടുങ്ങി. ഇത് വാഹന ഗതാഗതത്തിന് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മാടായി ഖബർസ്ഥാൻ സമീപത്ത് കയറ്റത്തിൽ ലോറി കുടുങ്ങിയത്. കണ്ണൂരിൽ നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് തകരാറിലായതിനെ തുടർന്ന് റോഡിൽ കുടുങ്ങിയത്. മണിക്കൂറുകളോളം ലോറി റോഡിന്റെ നടുഭാഗത്ത് കുടുങ്ങിക്കിടന്നു. ഇത് വാഹന കാൽനട യാത്രക്കാർക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചു. ഉച്ചയോടുകൂടിയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. വിഷുവിനെ തുടർന്നുള്ള തിരക്കിനോടൊപ്പം ലോറി കൂടി വഴിയിൽ കുടുങ്ങിയത് പഴയങ്ങാടി ഭാഗത്ത് ഗതാഗത തടസ്സത്തിനും കാരണമായി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര വിഷുവിളക്കുത്സവത്തിന് തുടക്കം കുറിച്ച് തിരുവത്താഴത്തിന് അരിയളന്നു. ഭക്തജന കൂട്ടായ്മയിൽ കൊടിയേറ്റവും നടന്നു. അന്നദാനം കൊണ്ട് പുകഴ്പെറ്റ ക്ഷേത്രങ്ങളിലൊന്നാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. വിഷുവിളക്കുത്സവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം. 14 മുതൽ 21 വരെയാണ് വിഷുവിളക്കുത്സവം നടക്കുക. അതിനായുള്ള വട്ടപ്പന്തൽ അമ്പലത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം മേൽശാന്തി കാര ഭട്ടതിരി ഇല്ലത്ത് മഹേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് തിരുവത്താഴത്തിന് അരി അളന്നത്. ഉത്സവത്തിനായുള്ള മനോഹരമായ വട്ടപ്പന്തൽ ക്ഷേത്ര തിരുമുറ്റത്ത് നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞു. 14 മുതൽ 21 വരെയാണ് വിഷുവിളക്കുത്സവം. ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിൽ ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രത്തിന് മുന്നിൽ കൊടിയേറ്റം നടന്നു. ചെറുകുന്ന് ഉത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തൽ തന്നെയാണ്. 100-ലധികം തേക്കിൻകാലുകളും ഓല, മുള, വാരി എന്നിവ കൊണ്ട് നിർമ്മിക്കുന്ന വട്ടപ്പന്തൽ ഇന്നും ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്നു. ഉത്സവത്തോടൊപ്പം വട്ടപ്പന്തൽ കാണാനും നിരവധി ആളുകളാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഏകദേശം 6000 ഓലകളും മടഞ്ഞ ഓല 1500, 1800 നിലയിലുള്ള മുള, അത്രയും വാരി, അങ്ങനെ ഏകദേശം 100 പണിക്കാർ, 100 പണി തന്നെ പറയാം ഏകദേശം. അത് ഈ കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ട്, ചൂട് കൊണ്ട് ചിലപ്പോൾ പണിക്കാർക്ക് മേലെ കയറാൻ പറ്റില്ല. അപ്പോൾ അത് സമയബന്ധിതമായി തീർത്തു. ഏകദേശം എനിക്കൊന്ന് നല്ല ഭീമമായ ഒരു തുക ഇതിന് നമ്മൾ ചെലവഴിക്കുന്നുണ്ട് ഉത്സവത്തിന് മുമ്പ് തന്നെ. ഉത്സവത്തിന്റെ ഭാഗമായി വൈകുന്നേരം 7 മണിക്ക് ഉത്സവം പുറത്തെഴുന്നള്ളിക്കും. രാത്രി 8-ന് ഉത്സവം എഴുന്നള്ളിപ്പ് മഠത്തിൽ അരയാൽക്കലേക്ക്, 10-ന് തിടമ്പ് നൃത്തം, 15-ന് പുലർച്ചെ 4:33-നും 5-7-നും ഇടയിൽ വിഷുക്കണി. ഉത്സവ ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ ചെറുകുന്ന് കണ്ണപുരം ഇരണാവ് ദേശവാസികളുടെയും പറശ്ശിനി മടപ്പുരയുടെയും വക കാഴ്ചവരവും ആചാര വെടിക്കെട്ടും നടക്കും. ഉത്സവം എല്ലാ ദിവസവും പുറത്തെഴുന്നള്ളത്തും നടക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ഉത്സവത്തിന് കൊടിയേറിയതോടുകൂടി നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. അമ്പലത്തിൽ തൊഴാൻ വന്നതാണ്. എന്താണ് പേര്? എൻ്റെ പേര് ഷൈനി എന്ന ശ്രീദേവി. ഷൈനി എന്നാൽ ശ്രീദേവി. അപ്പോൾ എത്ര കാലം കൂടിയിട്ടാണ് ഇപ്പോൾ നാട്ടിൽ വരുന്നതും അതുപോലെ ഉത്സവത്തിന് കൂടുന്നതും? 15 വർഷത്തോളമായി ഉത്സവം കണ്ടിട്ട്. 15 വർഷത്തിലധികമായി. ഞാൻ ജനിച്ചു വളർന്നത് ഈ നാട്ടിലാണ്. പിന്നെ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഏപ്രിൽ 14-നാണ് സാധാരണ വിഷു വരാറ്. ഈ വർഷം 15-നാണ്. അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ബർത്ത്ഡേ ദിവസം അമ്പലത്തിൽ വരാൻ പറ്റി. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ അമ്പലത്തിൽ വന്ന് തൊഴുത് ഈ മുറ്റത്ത് നടന്ന് ഈ പന്തൽ കണ്ടിട്ടാണ് ഞാൻ വളർന്ന് വലുതായത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് US സെറ്റിലായിട്ട് 20 വർഷം ആവുന്നു. അപ്പോൾ നാട്ടിൽ ഈ സമയത്ത് മോനെയും കൂട്ടിയിട്ട്, മോന് 3 വയസ്സാവുന്നു, അവനെ കൂട്ടിയിട്ട് അമ്പലത്തിൽ ഉത്സവം കാണാനായിട്ട് ഈ സമയത്ത് വന്നതാണ്. 2 നേരവും അന്നദാനം നൽകി വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. ക്ഷേത്രം വിഷുവിളക്കുത്സവത്തിൽ പങ്കെടുക്കാൻ ദൂരദേശങ്ങളിൽ നിന്നു പോലും ആളുകൾ എത്തിച്ചേരാറുണ്ട്. ലോകത്തെവിടെയായാലും ചെറുകുന്നുകാരനാണെങ്കിൽ വിഷുവിളക്കിന് നാട്ടിലെത്തിച്ചേരും. എന്നാൽ വട്ടപ്പന്തലിൽ കാണാം എന്ന ചൊല്ല് അന്വർത്ഥമാവുകയാണിവിടെ. ക്യാമറാമാൻ നികേഷ് താവത്തിനോടൊപ്പം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വട്ടപ്പന്തലിൽ നിന്നും സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. നെറ്റിപ്പട്ട നിർമ്മാണത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കി കണ്ണപുരം സ്വദേശി അജിത പുഞ്ചാൻ. 12.5 അടി നീളമുള്ള നെറ്റിപ്പട്ട നിർമ്മിച്ചുകൊണ്ടാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. മ്യൂറൽ പെയിന്റിംഗ് രംഗത്തും ക്രാഫ്റ്റ് വർക്കിലും ഇവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്.
12.5 അടി നീളമുള്ള നെറ്റിപ്പട്ടം നിർമ്മിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കണ്ണപുരം സ്വദേശി അജിത പുഞ്ചാലാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്. കാണാം അവരുടെ വിശേഷങ്ങൾ. അപ്പോൾ അജിതേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ നെറ്റിപ്പട്ട നിർമ്മാണ മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ 2019 ഇത് ചെയ്യാൻ തുടങ്ങിയത്. പയ്യന്നൂരിലൊരു കുട്ടിയാണ് പഠിപ്പിച്ചത്. കൂടെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ആക്കിയിട്ടുണ്ട്. ഏതെല്ലാം നാട്ടിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. 500-ലധികം നെറ്റിപ്പട്ടം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 12.5 അടി നീളമുള്ള ഈ നെറ്റിപ്പട്ടം എങ്ങനെയാണ് ഉണ്ടാക്കാനുള്ള ആ ഒരു ഐഡിയ വന്നത്? അതുണ്ടാക്കാനുള്ള ഐഡിയ വന്നത് എൻ്റെ അനിയത്തിൻ്റെ മോൻ ഞാൻ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വലിയ നെറ്റിപ്പട്ടാക്കിയിട്ട് ഗിന്നസ് റെക്കോർഡ് ആക്കിക്കൂടെയും ചോദിച്ചു. ഗിന്നസിൽ ഇതിൻ്റെ ഇത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ത്യ ബുക്കിൽ ട്രൈ ചെയ്തു. അപ്പോൾ എത്ര ദിവസം എടുത്തു ഇത് പൂർത്തിയാവാൻ? 12 ദിവസം. 12 ദിവസം കൊണ്ട് 12.5 അടീൻ്റെ നെറ്റിപ്പട്ടാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ? അതിൻ്റെ തൃശ്ശൂരിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത്. അത് നമ്മളിപ്പോൾ 7 അടി 8 അടി 10 അങ്ങനെയുള്ള ഇതിൻ്റെ സാധനം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ലെങ്ത്ത് കുറച്ച് കൂട്ടിയിട്ട് ചെയ്തു. അപ്പോൾ അത് കൂടാതെ ഒരുപാട് മ്യൂറൽ പെയിൻറ്റിങ്സ് നമ്മളിപ്പോൾ കണ്ടു. ആ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൽ തന്നെ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത്രത്തോളമാണ്. അതെങ്ങനെയാണ്? മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ പോയത് ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ്. ഞാൻ മുന്നേ എനിക്ക് വരച്ച പാരമ്പര്യമൊന്നുമില്ല. വീട്ടിലും ആരും വരക്കുന്നവരൊന്നുമില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട് വരക്കുന്ന കണ്ടിട്ട് ഞാനൊരു പരീക്ഷണം പോലെ പോയതാണ് വിശ്വകലയിൽ പയ്യന്നൂർ. അപ്പോൾ അങ്ങനെ അവൾ പഠിപ്പിച്ചത് രഞ്ജിത്ത് മാഷാണ്. രഞ്ജിത്ത് അരിയിൽ മാഷ് ഭയങ്കര മോട്ടിവേഷനും സപ്പോർട്ടല്ലായിരുന്നു. അപ്പോൾ ഇപ്പം കുറേ ചിത്രം വരച്ചു, കുറേ സെയിലായിട്ടും ഉണ്ട്. ഇപ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം വരക്കും. അപ്പോൾ വെറും വീട്ടമ്മ ആയിരുന്നോ അല്ല അതിനു മുന്നേ ഏതെങ്കിലും വർക്ക് ചെയ്തിരുന്നോ? ഞാൻ ലാബ് ടെക്നീഷ്യനാണ്. പപ്പിശ്ശേരി ലാബ് എൻ്റെ സ്വന്തം ലാബാണ്. അതിൽ ജോലി ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. വരെ ഒരു പാഷൻ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സംരംഭക എന്ന് പറയാം. മ്യൂറൽ പെയിൻറ്റിങ്ങും അതുപോലെ നെറ്റിപ്പട്ട നിർമ്മാണ മേഖലയിലും ഒരു വനിതാ സാന്നിധ്യം എന്ന് തന്നെ പറയാൻ പറ്റും. അതെ അതെ. അപ്പോൾ ചേച്ചി എങ്ങനെയാണിത് മുന്നേ ഇതിൽ ഒരുപാട് ചിത്രം വരക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് മുന്നേ ഉള്ള കഴിവുകൾ എന്തൊക്കെയാണ്? ഒരുപാട് കഴിവുകളുണ്ട്. പണ്ട് കാലം തൊട്ട് വെച്ചാൽ ഞാൻ എൻ്റെ ഓർമ്മയിൽ വെച്ചാൽ ഇവർ എപ്പോഴും പൂക്കള മത്സരത്തിന് ഇവർ പങ്കെടുക്കും. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ട് എപ്പോഴും ട്രോഫി ഇവിടെ തന്നെ ഉണ്ടാവാറ്. എല്ലാ വർഷവും ഇവിടുന്ന് കൊണ്ടുപോകും, തിരിച്ച് ഇവിടേക്ക് തന്നെ കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പോൾ അന്ന് മുതലേ വരക്കുന്നതാണ്. നോർമലി എല്ലാ ചിത്രങ്ങളും വരക്കും. പിന്നെ ഇപ്പം ഈ അടുത്താണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ പിന്നെ പഠിക്കുകയും അത് നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്തത്. അതുപോലെ തന്നെ നെറ്റിപ്പട്ടം നിർമ്മിക്കുന്നതിലും പിന്നെ ഈ അടുത്താണ് 2019 തൊട്ടിട്ട് നെറ്റിപ്പട്ട നിർമ്മാണവും ചെയ്തു വരുന്നുണ്ട്. കുറേ ഏറെ നെറ്റിപ്പട്ടം നിർമ്മിച്ചു. അത് കുറേ സ്ഥലങ്ങളിലേക്ക് എത്തി. നമ്മളെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡിൽ കുറേ സ്ഥലങ്ങളിലെത്തി. പിന്നെ ലണ്ടനിൽ, ദുബായിൽ, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ആൾക്കാർ നെറ്റിപ്പട്ടം കൊണ്ടുപോയി മ്യൂറൽ പെയിൻറ്റിങ്ങും വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചേച്ചീൻ്റെത്. അപ്പോൾ അജിത ചേച്ചിക്ക് കിട്ടിയ ഈ ഒരു അംഗീകാരത്തിൽ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ. തൃക്കരിപ്പൂർ വെള്ളാപ്പ് തീരത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പാർക്കിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം. പാർക്കിൽ കുന്നുകൂടിയ മാലിന്യങ്ങൾ പരിസ്ഥിതി പ്രാധാന്യമുള്ള കാവില്യാട്ടുകാവ് പരിസരത്ത് കുഴിച്ചുമൂടിയതാണ് വിവാദത്തിന് കാരണമായത്. സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചു. ദിവസങ്ങളായുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും കുഴിച്ചുമൂടി. 2 ശ്മശാനങ്ങൾക്കടുത്ത് വയൽ നികത്തി പാർക്കിംഗ് ഏരിയ നിർമ്മിക്കുകയും അവിടെ കഴിഞ്ഞ ദിവസം മണ്ണുമാന്തി ഉപയോഗിച്ച് കുഴിയെടുത്ത് മാലിന്യം കുഴിച്ചുമൂടുകയായിരുന്നു. സംഭവം അറിഞ്ഞ് തിങ്കളാഴ്ച ഉച്ചയോടെ ജനപ്രതിനിധികളും നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി. മാലിന്യം തരംതിരിക്കാൻ പുറത്തെടുത്തിട്ടിരുന്നുവെങ്കിലും പിന്നീട് പാർക്കിനകത്തേക്ക് തിരിച്ചെടുപ്പിക്കുകയായിരുന്നു. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച പാർക്കിന്റെ പരിസരം മാലിന്യ പ്രശ്നത്തിലേക്ക് നീങ്ങുന്നത് നാട്ടുകാരെ ആശങ്കപ്പെടുത്തുകയാണെന്ന് പ്രദേശത്തുള്ളവർ പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിനുള്ള സ്ഥിരം സംവിധാനമൊരുക്കാൻ പാർക്ക് അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രം പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. ഏപ്രിൽ 23 വരെയാണ് മഹോത്സവം.
പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രം പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. ഏപ്രിൽ 23 വരെയാണ് മഹോത്സവം. ഉത്സവ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് പയ്യന്നൂർ കാപ്പാട്ട് കഴകത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് വിളംബര ഘോഷയാത്ര നടന്നു. നിരവധി വിശ്വാസികൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാം അറിഞ്ഞും അറിയാതെയും ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. വീടുകളിലും പരിസരങ്ങളിലും പാതയോരങ്ങളിലും ആളൊഴിഞ്ഞ പറമ്പുകളിലും ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. നാം അറിഞ്ഞും അറിയാതെയും ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞാണ് എത്തുന്നത്. കടകളിൽ പ്ലാസ്റ്റിക് കവറുകളിൽ തൂങ്ങിയാടുന്ന ന്യൂജൻ പലഹാരങ്ങൾ മുതൽ കടകളിൽ നിരത്തി വെച്ചിരിക്കുന്നത് അത്രയും പ്ലാസ്റ്റിക് കവറുകളിലാണ്. പ്ലാസ്റ്റിക് ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാതെയായിരിക്കുന്നു. ഹരിതകർമ്മസേന രംഗത്തുണ്ടെങ്കിലും കഴുകി വൃത്തിയാക്കി കൊടുക്കാനും പണം കൊടുക്കാനും മടിയുള്ളവരുടെ എണ്ണം അത്ര ചെറുതൊന്നുമല്ല. ഇതുകൊണ്ട് തന്നെ വീടുകളിലും പരിസരങ്ങളിലും പാതയോരങ്ങളിലും ആളൊഴിഞ്ഞ പറമ്പുകളിലും ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇതുണ്ടാക്കുന്ന ദുരന്തഫലങ്ങളുടെ ഇരകൾ നമ്മളും വരുന്ന തലമുറകളുമാണ്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന പഴകിയ മുദ്രാവാക്യം ഉപേക്ഷിക്കുകയും ഇതിൻ്റെ ഉത്തരവാദിത്വം അതുൽപ്പാദിപ്പിച്ച കമ്പനിക്കാണെന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനൊരു നിയമം വരേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് താനും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം വൈവിധ്യമാർന്ന പരിപാടികളോടെ തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ 365 ദിവസവും 24 മണിക്കൂറും ഞങ്ങളുടെ ഉയിര് തന്നും നിങ്ങളുടെ ജീവനെ കാക്കുവാൻ അഗ്നിരക്ഷാ സേനയുണ്ടാകും എന്ന സന്ദേശം നൽകിയാണ് അഗ്നിശമന വാരാചരണം നടക്കുന്നത്. അഗ്നിരക്ഷാ പ്രവർത്തനത്തിൽ ധീരസാക്ഷികളായ സേനാംഗങ്ങൾക്ക് ആദരവ് പ്രകടിപ്പിച്ച് അഗ്നിസംരക്ഷണമായി ആചരിക്കുന്നു. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ ദേശീയ അഗ്നിരക്ഷാ വാരാചരണത്തിന് വിവിധ പരിപാടികളോടെയാണ് തുടക്കമിട്ടത്. സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ആപദമിത്ര അംഗങ്ങളും ചേർന്ന് വാഹന റാലി നടത്തി. ടൗണിൽ ബോധവൽക്കരണ ലഘുലേഖ വിതരണവും നടന്നു. അഗ്നിരക്ഷാ ദിനത്തിൽ തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ പതാക ഉയർത്തി. ഇന്ന് ഏപ്രിൽ 14 നമ്മുടെ ദേശീയ അഗ്നിരക്ഷാ ദിനമായി ആചരിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ അഗ്നിരക്ഷാ പ്രവർത്തനത്തിൽ ധീര വിശ്വാസമായ സേനാംഗങ്ങൾ ഓർമ്മിക്കുന്ന ദിവസം കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ കരുനാഗപ്പള്ളി ടാങ്കർ നിർമ്മാണത്തിൽ വടകര കിണർ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം കിണറിൽ നമ്മുടെ സോണിയസുമാണ് അപകടം. ചടങ്ങിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ CP ബെന്നി അധ്യക്ഷത വഹിച്ചു. സീനിയർ ഫയർ ഓഫീസർ P പ്രസാദ്, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം MV ഷിജു, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരായ KNC ഇബ്രാഹിം, C സുനിൽകുമാർ, MV ശില്പരാജ് എന്നിവർ പ്രസംഗിച്ചു. തൃക്കരിപ്പൂർ ടൗൺ ചുറ്റി വാഹന റാലി നടത്തി. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വാരാചരണത്തിൽ സ്കൂൾ സുരക്ഷ, ആശുപത്രി സുരക്ഷ, സമൂഹ സുരക്ഷ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുണിയൻ യുവധാരയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ കബഡി ടീം ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദിത്യനെ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. കുണിയൻ യുവധാരയുടെ ആഭിമുഖ്യത്തിൽ ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ കബഡി ടീം ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട K ആദിത്യനെ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ആളെ ആക്രമിക്കാൻ നല്ല ആരോഗ്യം വേണം. നമ്മുടെ നാട്ടിലെ കുട്ടികളും അല്ലാത്തവരൊക്കെ പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ മാറി മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സ്കൂളിലെ അധ്യാപകരാളുകളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്കൂളിന്റെ പിന്നാമ്പുറങ്ങളിലൊക്കെ വിവിധ തരത്തിലുള്ള നമ്മുടെ മക്കൾക്ക് ചേരാത്ത, പുതിയ തലമുറയ്ക്ക് ചേരാത്ത ഒരുപാട് കാര്യങ്ങൾ വരുന്ന സമയത്താണ്. ചടങ്ങിൽ വാർഡ് മെമ്പർ E പ്രഭാവതി അധ്യക്ഷയായി. PP അശോകൻ, മുരളി ആണൂർ, P കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഏതു പ്രദേശത്ത് നട്ടാലും വളരുന്ന ഒന്നാണ് കുമ്പളം. ഇത് ഏറെ ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറി കൂടിയാണ് കുമ്പളങ്ങ. പാടത്ത് നട്ടാലും വീട്ടുവളപ്പിൽ മരത്തിലേക്ക് പടർത്തിവിട്ടാലും കായ്ഫലം തരുന്ന ഒന്നാണ് കുമ്പളങ്ങ. തീരെ ചിലവോ അധ്വാനമോ ഇല്ലാത്തതാണെന്ന് ചുരുക്കം. പക്ഷേ മനസ്സു വേണമെന്ന് മാത്രം. വള്ളിഫലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതരമാണ് കുമ്പളങ്ങ എന്ന് ആയുർവേദം വിലയിരുത്തുന്നു. കുക്കുർബിറ്റേസി കുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രനാമം ബെനിൻകാസ ഹിസ്പിഡ എന്നാണ്. 96% വെള്ളവും ധാരാളം പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് കുമ്പളങ്ങ.
വിറ്റമിനുകൾ, ഇരുമ്പ്, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള കുമ്പളങ്ങ മാനസിക സമ്മർദ്ദം അകറ്റാനും ഉത്തമമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒരു കുമ്പളങ്ങ 4 മുതൽ 8 കിലോ വരെ തൂക്കം വയ്ക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് വിഷുവിപണി വിഷരഹിതമാക്കാനായി തുടങ്ങിയ ഗ്രാമചന്തയിൽ റെക്കോർഡ് വിൽപ്പന. 3 ദിവസം കൊണ്ട് 30 ക്വിന്റൽ പച്ചക്കറി വിറ്റുതീർന്നു. വെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് വിഷുവിപണി വിഷരഹിതമാക്കാനായി തുടങ്ങിയ ഗ്രാമചന്തയിൽ റെക്കോർഡ് വിൽപ്പന. 3 ദിവസം കൊണ്ട് 30 ക്വിന്റൽ പച്ചക്കറി വിറ്റുതീർന്നു. പ്രാദേശിക കൂട്ടായ്മയിൽ വിളയിച്ച കുമ്പളം, വെള്ളരി, വെണ്ട, പയർ, പച്ചമുളക്, പച്ചക്കായ, വഴുതന, മത്തൻ തുടങ്ങി 30ഓളം ഇനങ്ങളാണ് ഗ്രാമചന്തയിലുള്ളത്. ഗ്രാമത്തിൽ വിളയിച്ച മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും വെള്ളൂർ ബാങ്ക് വിപണിയൊരുക്കിയത് കർഷകർക്ക് ആശ്വാസമായി. കൈത്തറി ഉൽപ്പന്നങ്ങളും മൺകലം, കൈപ്പായ, കൈക്കുട്ട എന്നിവയും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് കെ പി ജ്യോതി വിപണനോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വി പി പ്രഭാകരൻ അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർമാരായ കെ ശ്രീജ, സി ചന്ദ്രൻ, കെ വി ജ്യോതി, സെക്രട്ടറി എം അംബുജാക്ഷി, കെ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഫയർ സർവീസ് ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ രക്ഷാനിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടുകൂടിയ വാരാചരണത്തിന് തുടക്കമായി. സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 14 ഫയർ സർവീസ് ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളോടുകൂടി പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വാരാചരണത്തിന് തുടക്കമായി. സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. അഗ്നിരക്ഷാ നിലയത്തിലെ വാഹനങ്ങളുടെ അകമ്പടിയോടെ ജീവനക്കാരും സിവിൽ ഡിഫൻസ് ആപത്മിത്ര വളണ്ടിയർമാരും പങ്കെടുത്ത പ്രചരണ റാലി പയ്യന്നൂർ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ചു. പെരുമ്പ വഴി പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ്, BKM ബൈപ്പാസ് റോഡ് വഴി നഗരത്തിൽ പര്യടനം നടത്തി. ബോധവൽക്കരണ ലഘുലേഖകൾ വിതരണം ചെയ്തു. 1944 മുംബൈയിലെ വിക്ടോറിയ തുറമുഖത്തുണ്ടായ തീപിടുത്തത്തിൽ വീരമൃത്യു വരിച്ച അഗ്നിശമന സേനാംഗങ്ങളുടെ സ്മരണാർത്ഥമാണ് ഏപ്രിൽ 14 ദേശീയ ഫയർ സർവീസ് ദിനമായി ആചരിക്കുന്നത്. സുരക്ഷിത വിദ്യാലയം, സുരക്ഷിത ആതുരാലയം, അഗ്നിരക്ഷ സുരക്ഷയെക്കുറിച്ച് ജാഗ്രതയുള്ള സമൂഹം, അഗ്നിപ്രതിരോധത്തിനായി ഒരുമിച്ച് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ലഘുലേഖ വിതരണത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ നിർവഹിച്ചു. ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ പ്രവർത്തകൻ കെ ബവിത്ത് ലഘുലേഖ ഏറ്റുവാങ്ങി. ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകളോടെ ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.